ഇതാണ് നമ്മുടെ ഇവിടെയുള്ള വീടിന്റെ പിന്നാമ്പുറം. നമ്മുടെ ഒരു നോർമൽ ഡച്ച് റോ ഹൗസ് ആണ്. ഇവിടെയുള്ള എല്ലാ റോ ഹൗസും കാണാൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഇനി ഒട്ടുമിക്ക വീടുകളോടും ചേർന്ന് ഇങ്ങനൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കും. സ്റ്റൈലിൽ വേണമെങ്കിൽ ഗറാജ് എന്നൊക്കെ വിളിക്കാം. തുറന്നപ്പോ മൂഡ് അങ്ങോട്ട് പോയി. ഇത്രയും ലോ മെയിൻ്റെനൻസ് ഉള്ള ഒരു ഗറാജ് ഈ സ്ട്രീറ്റിൽ ഉണ്ടാവും എനിക്ക് തോന്നണില്ല. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളും, എന്തിനാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ആവശ്യമില്ലാത്ത സാധനം വരെ ഈ ഗറാജിലുണ്ട്. എന്നൊക്കെ എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഗറാജിന്റെ ഡോർ തുറക്കുന്നോ അന്ന് ഞാനും വിഷ്ണുവും പൊരിഞ്ഞടിയാണ്, ഇത് വൃത്തിയില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വൃത്തിയാക്കാൻ വലിയ എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാനും അച്ഛനും വിഷ്ണുവും കൂടെ കുറച്ച് എഫേർട്ട് ഇടാൻ വേണ്ടി പോവാണ്. സഹകരിക്കുമായിരിക്കുമല്ലോ അല്ലേ, കരയരുത് പ്ലീസ്. ഇതൊക്കെ ഏതൊക്കെയോ ഹാലോവിൻ പാർട്ടിക്കോ തീം പാർട്ടിക്കോ ഒക്കെ വാങ്ങിച്ച സംഗതികൾ ചന്നം പിന്നമായിട്ടാണ് ഗരാജിൽ കിടക്കുന്നത്. ഇതെല്ലാം വാരി ഒതുക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളഞ്ഞ് ആവശ്യമുള്ളതൊക്കെ ബോക്സിലാക്കി ഒതുക്കി പെറുക്കി വെക്കാനാണ് ഇന്നത്തെ ഒരു ശ്രമം. ഇവിടെ വേസ്റ്റ് കളയല് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല കേട്ടോ. എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങ് ദൂരെയുള്ള മീർലാൻഡറിൽ കൊണ്ടിടണം. ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. ഇനി ആവശ്യമുള്ള സംഗതികളെല്ലാം എടുത്ത് വേർതിരിച്ച് ഒതുക്കി വേറെ വേറെ ബോക്സസിലാക്കി വെക്കാം. ഈ പണി ഞാൻ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണേ. അതുകൊണ്ട് ഒരു 10-16 ബോക്സ് ദേ ഇവിടെ റെഡിയാണ്. ദിവാലി തൊട്ട് വിഷു വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഗരാജിലുണ്ട്. ഇതെന്റെ ഡയലോഗ് അല്ല കേട്ടോ, വിഷ്ണുവിന്റെ. ആ ചെങ്ങായിക്കാണെങ്കിൽ ഒന്നും ആവശ്യമില്ല, എനിക്കാണെങ്കിൽ എല്ലാം ആവശ്യമാണ്. അതാണ് നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി. ഹൈഷ്, ഒരു കാര്യം മുഴുവൻ ചെയ്യാൻ ഇവിടുത്തെ വെതർ സമ്മതിക്കില്ല. ആരോ റിമോട്ട് കൊണ്ടിരുന്ന് മാറ്റുന്ന പോലെയാണ് ഇവിടെ മഴയും വെയിലും മാറി മാറി വരുന്നേ. എന്താല്ലേ, ഇതേ പിന്നെയും വെയിലായി. അപ്പൊ നമുക്ക് പണി വീണ്ടും തുടങ്ങാല്ലേ. ഈ ബോക്സസ് മുഴുവൻ നമുക്കിനി ഗരാജിക്ക് എത്തണം. മീനവിയൽ എന്റെ കുട്ടിക്ക് കുറച്ച് അറ്റൻഷൻ ആവശ്യമുണ്ട്, അതൊന്ന് കൊടുക്കട്ടെ. ഈ ഗരാജിന്റെ മെയിന്റനൻസും മാനേജറും വിഷ്ണു ആയിരുന്നു. വെരി പുവർ പെർഫോമൻസ് കാരണം ഇന്ന പൊസിഷനിൽ നമ്മൾ ഡിസ്മിസ് ചെയ്യാണ്. ഇത്രയും സന്തോഷത്തോടു കൂടെ ഡിസ്മിസൽ. ഈ എസ് വന്നാ നാക്കൊരു വഴിക്ക് ഞാൻ വേറെ വഴിക്കുക. അപ്പൊ ആ ഓർഡർ വാങ്ങിയ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഓരോ ബോക്സിലും എന്താന്നുള്ളത് കൃത്യമായി പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് പശ തേച്ച് ഒട്ടിച്ചങ്ങോട്ട് വെക്കാം. കണ്ടാ, ലുക്കായില്ലേ ഇപ്പോ? ഇനി ഓരോ ബോക്സിലും എന്താന്നുള്ള സംശയം ആർക്കും വേണ്ട. അല്ലേലൊരു സ്ഥലം വൃത്തിയാക്കുന്നതിലല്ല, വൃത്തിയായി സൂക്ഷിക്കുന്നതിലാണ് കാര്യം എന്നമ്മയുടെ പുച്ഛത്തോടു കൂടെയുള്ള ഡയലോഗോടു കൂടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.